പേര് നക്ഷത്രം ചൊല്ലുങ്കോ. അർച്ചന, ജയകൃഷ്ണൻ വിശാഖ നക്ഷത്രം, രമ അനിഴ നക്ഷത്രം. നല്ല അമ്പലം അല്ലേ? வாங்கம்மா வாங்க. கடந்த காலம், நிகழ்காலம், எதிர்காலம் எல்லாத்தையும் அற்புதமா சொல்லித்தரேன் வாங்க. நடந்தது, நடக்க போறது என்னவா இருந்தாலும் சரி வாங்க வந்து உட்காரு. அற்புதமா நம்ம கிளி எடுத்து சொல்லுவேன். டேய், ഞാനൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. கேட்கலாமா? சொல்றியா? உட்காருங்கம்மா. உங்க பேர் என்னம்மா? രമ. ரமா. செல்லம், ரமாங்கிற பேருக்கு ஒரு அற்புதமான சீட் எடுறா. வாடா வெளியே, வெளியே வாடா. வா வா எடுத்துக்குறா. அம்மாவோட நேரம் நல்லா இருக்கா? அம்மா என்ன பண்ண போறாங்க? இதுல இருந்து ஒரு சீட் எடுத்துக்குறா. முருகா எம்பெருமானே ஜக்கம்மா. நல்ல வார்த்தையை நாக்குல வந்து சொல்லுடா அப்பா. பணம், புகழ், பதவி எல்லாமே கையில இருக்கு. ஆனா கொஞ்சி விளையாட குழந்தை பாக்கியம் தான் இல்ல. சரியா? അതെ. அடடே, உனக்கு நாகதோஷம் இருக்குமா? இதுக்கு பரிகாரம் உண்டு. நீ ஒண்ணு கவலைப்பட வேண்டாம். உங்க புருஷனை அழைச்சிட்டு வாங்க, நான் எல்லாத்தையும் சொல்லித்தரேன். என்ன பரிகாரம் பண்ணணும்னு சொல்றேன். ஓகே? ഇതിങ്ങ ഇരിക്കട്ടെ. சீக்கிரம் வாங்க. ജേട്ടാ, 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 ഏട്ടാ, ഏട്ടാ, ഏട്ടാ. നമ്മൾ നേരം കുറെ ആയിട്ട് അവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടേ. അതിന് വെറുതെ ഒന്നല്ലോ ചിപ്പടിങ്ങനെ ഡാറിയിരിക്കണം കേട്ടോ. കുടി ഒതുക്കി ആരോ വന്നു കേട്ടോ. ചേട്ടാ, ഈ പാലാട്ട് അച്യുതക്കുറുപ്പിന്റെ വീട് ഏതാ? ആരാ? പാലാട്ട് അച്യുതക്കുറുപ്പിന്റെ വീട്. ഇതുവഴി നേരെ പോയാ മതി. ഈ വഴിയെന്ന് അവസാനിക്കുന്നിടത്ത് കൊള്ളാവുന്ന ഒരു ഒറ്റ വീടേ ഉള്ളൂ. അത് കുറുപ്പിന്റെ തറവാടാ. നിങ്ങള് കണ്ടാൽ അറിഞ്ഞൂടെ കുറുപ്പിന്റെ മോളെ പെണ്ണ് കാണാൻ വന്നവരാണെന്ന്? അതെ, നന്നായി. അച്യുതക്കുറുപ്പ് ഒരു കരിവീരനാണെങ്കിൽ ആ കരിവീരന്റെ നെറ്റിയെ ചാർത്തുന്ന നെറ്റിപ്പെട്ട വാ മോൾ. കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടി ഈ ദേശത്ത് വേറെ ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. പക്ഷേ ആ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുക. സത്യമാണോ? സത്യമല്ല പ്രേംനസീർ. എന്താ ആളിയായി കേൾക്കുന്നത്? അപ്പളേ ചേട്ടന്മാരെ ഒന്നവിടെ നിന്നേ. പോയിട്ട് വരെ പണിയുണ്ട് മാഷേ. നമ്മൾ തൊഴിയാനാ. എന്താ ആളിയായി ഇത്? എല്ലാം ഗുലുമാലായല്ലോ.
അത് ഭാസ്കര എടാ തെണ്ടി, എടാ പെണ്ണിന്റെ വീട് പോലും അറിയാതെ ഞങ്ങളെ ഇവിടെ വട്ടം കറക്കിയിട്ട് ഗർഭിണിയായ ഒരു പെണ്ണിനാണോ എന്റെ ചെറുക്കിന് വേണ്ടി ഇത് പിന്നെ അതെ, ആൾക്കാർ അതും ഇതൊക്കെ പറയും. നമുക്ക് വേണമെങ്കിൽ കുറുപ്പിന്റെ വീട് വരെ പോയി നോക്കാം. ഗർഭിണിയാണെങ്കിൽ നേരിട്ട് കാണാലോ. അതേശാ, ഇനിയെല്ലാം നമുക്ക് വയറ് നോക്കിയിട്ട് തീരുമാനിക്കാം. വരണം. പണ്ടേ ആനയുണ്ടായിരുന്ന തറവാടാ എലിഫന്റ്. ഒവ്വ, പോരുന്ന വഴിക്ക് നാട്ടുകാർ ആനയുടെ നെറ്റിപ്പട്ടത്തിന്റെയും ഒക്കെ കഥ വിസ്തരിക്കുമല്ലോ. കുട്ടിയെ ഒന്ന് വിളിക്കുക. ആ ഗംഗേ, മോളെ വിളിക്ക്. ലേശം വീർത്തിട്ടുണ്ടോ എന്നൊരു സംശയം. അമ്മാവനുണ്ടെന്ന് പറഞ്ഞാലുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാലില്ല. ഭാസ്കരൻ നായർ എന്താ ഈ പറയുന്നത്? ഉണ്ടോ അതോ ഇല്ലയോ? ചെറുക്കന്റെ അച്ഛന്റെ തീരുമാനമല്ലേ പ്രധാനം. എന്താ ഭാസ്കര നിന്റെ അഭിപ്രായം? അതിന് ഞാൻ എന്ത് പറയാനാ? ഇവനല്ലേ പറയേണ്ടത്. അവനോട് ചോദിക്കാം. എന്താടാ, ഉണ്ടോ? ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. എന്ന് വെച്ചാ അതിപ്പോ അച്ഛാ, പരിശോധിക്കാതെ ഒന്നും തീർത്തങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ. കെട്ടാൻ പോകുന്ന പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ കഴിയാത്ത നീയൊക്കെ എങ്ങനെയാടാ ഒരു കുടുംബമായിട്ട് കഴിയാൻ പോകുന്നത്? ഗർഭോ? അതെ, ഗർഭം. കുറിപ്പ് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി നാട്ടുകാർ ചിലതൊക്കെ പറഞ്ഞു. ഈ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണത്രേ. ആ പറഞ്ഞവന്മാരുടെ ഒക്കെ പെൺപിള്ളേരെ അമ്മയാകാൻ പോണത്. അച്ഛൻ എന്തിനാ ഇവരോട് വെറുതെ ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ കേട്ടതൊക്കെ ശരിയാ. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. പക്ഷെ അത് നിങ്ങൾ കരുതുന്ന പോലെ പ്രഗ്നന്റ് ആയിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അപ്പു. അവൻ അമ്മയില്ല, മരിച്ചുപോയി. അവന്റെ അമ്മ അവനാ എന്റെ തീരുമാനം. കുട്ടിയുടെ അമ്മയാവുക എന്ന് പറയുമ്പോ ദത്തെടുക്കാനാ പ്ലാൻ? താൻ എന്ത് മണ്ടനാടോ? എന്തിനാ ദത്തെടുക്കണേ? ആ കുട്ടിയുടെ അച്ഛനെ കല്യാണം കഴിച്ചാ പോരെ? അതാ കറക്റ്റ്. അപ്പൊ പോവാ. കറക്റ്റാ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഒരു രണ്ടാം കെട്ടുകാരന്റെ മോളെ കെട്ടിച്ച ഒരു കണ്ട ഗതികേടൊന്നും പാലാട്ട് അശോക്കുറിപ്പിന്റെ ഉണ്ടായിട്ടില്ലടി. അങ്ങനെ എന്തെങ്കിലും ഗതികേട് വന്ന എന്റെ മുതലാളി കൊടിയ വിഷവും കഴിച്ച് ഈ കഴുക്കോലി കെട്ടിത്തൂക്കി ചാവും, അറിയാവോ? എടോ, അച്ഛൻ വെറുതെ കണ്ടശോഭം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചന്ദ്രേട്ടനെ അല്ലാതെ വേറൊരാളെ കിട്ടില്ലാന്ന് ഞാൻ തീരുമാനിച്ചതാ. ചന്ദ്രൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണെന്നുള്ള കാര്യം പോട്ടെ, പക്ഷെ അവന് നിന്നേക്കാളും പ്രായമില്ലേ കുഞ്ഞ്? ഉണ്ട്. ആ ബോധം ഉള്ളോണ്ടാണല്ലോ ഇതുവരെ ചന്ദ്രേട്ടൻ എന്റെ പ്രേമത്തിന് പച്ചക്കൊടി കാണിക്കുന്നത്. എന്ന് കരുതി അത് സമ്മതിച്ചരാനൊന്നും ഞാൻ ഒരുക്കമല്ല. അച്ഛൻ എന്ത് പറയുന്നു അതാ എന്റെയും തീരുമാനം. എന്നാ പെണ്ണ് കാണാൻ വരുന്നവർക്ക് ചായം പലഹാരങ്ങളും ഉണ്ടാക്കി അമ്മയുടെ കൈ കഴിക്കുള്ളൂ. ഇതിപ്പോ നാട്ടുകാർ പറഞ്ഞവരറിഞ്ഞു. ഇനി വരാൻ പോണവരോടൊക്കെ ഞാനാ പറയാൻ പോണേ. എങ്ങനെ കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ച് ഇവിടെ ഇരിക്കും? അത് വെറുതെ. എന്തെങ്കിലും ഒരിക്കൽ ചന്ദ്രേട്ടൻ എന്റെ മനസ്സിൽ തിരിച്ചറിയും. അന്ന് ആ സെക്കൻഡ് ബാമ ഈ വീട് വിട്ട് പോവുകയും ചെയ്യും. പിന്നെ വെറും കൈയോടെ പോകുന്ന ആരും വിചാരിക്കണ്ട. എനിക്കായി വാങ്ങി വെച്ച സകല സ്വർണവും കൊണ്ടേ ഞാൻ പോകും. അയ്യോ, അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നുമോളെ 2 വളയെങ്കിലും ഇവിടെ വച്ചിട്ട് പോണേ. എന്റെ മുതലാളിക്ക് പിന്നെ പണയെങ്കിലും വെച്ച് ജീവിക്കാവല്ലോ. അതാണല്ലോ നാട്ടു നടപ്പ്. പോകുന്ന വഴിക്ക് ചെറിയൊരു കാര്യമുണ്ടേ. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, പറയാം. വെപ്രാളമൊന്നുമില്ല. ചേട്ടാ, അതാ ഞാൻ ഞാൻ പറഞ്ഞിട്ടോടാ അവര് കല്യാണം മുടക്കാൻ വേണ്ടി പെണ്ണ് തന്നെ പണം തരുന്നത് ആദ്യമാ. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ കാണാരേട്ടാ. അയ്യോ, എനിക്കറിയാം മക്കളെ. ഓ, അപ്പൊ നീ അവര് ഏർപ്പാടാക്കിയതല്ലേ? പിന്നല്ലാതെ. എങ്ങനെയുണ്ട് മോളെ ചെറുക്കൻ? കൊള്ളാമോ? കൊള്ളാം. ചെറുക്കന്റെ വീട്ടുകാർക്ക് കൊള്ളാം. അതെന്താ? അതിപ്പോ അങ്ങനെയാ. വിശദമായിട്ട് ഞാൻ ചേച്ചിക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പോട്ടെ. ഇന്നേ ഞങ്ങളുടെ സ്കൂളിൽ സൈക്ലിംഗ് മത്സരം നടക്കുന്ന ദിവസാ. നീ വാ. അപ്പുവാണല്ലേ നമ്മുടെ സ്കൂളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. കേറ്. എന്തോന്ന് നോക്കുന്നേ? എന്താ കൊള്ളാം കൊള്ളാം. പകയാശിയേ പടവടങ്ങായും മുരിങ്ങയ്ക്കായും മാത്രമേ ഉള്ളോ? കുമ്പളങ്ങയുണ്ട്. വെളി കാണുന്നില്ലല്ലോ. കുമ്പളങ്ങ.
നമസ്കാരം. ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അതിനു മുമ്പ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഒളിമ്പ്യൻ മാത്തൻ സാർ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. നമസ്കാരം. ലോക ജനസംഖ്യയിൽ 2ാമതാണ് നമ്മുടെ രാജ്യം. എന്നാൽ കായിക ഭൂപടത്തിൽ നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത പല ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാളും പിന്നിലാണ് നമ്മുടെ രാജ്യം എന്നുള്ള ദുഃഖസത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിൽ നാം കാണിക്കുന്ന അലംഭാവമാണ് ഇതിന് കാരണം. ഇപ്പൊ തന്നെ ഇവിടെ നടന്ന സൈക്ലിംഗ് മത്സരം 1ാം സ്ഥാനത്തെത്തിയ അപ്പു നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്. അപ്പു പ്ലീസ് കം. മിടുക്കൻ. അപ്പു 2 വാക്ക് സംസാരിക്കൂ. ഒന്നും എന്റെ കഴിവല്ല, എന്റെ അച്ഛനാണ് എന്റെ ഇൻസ്പിറേഷൻ. ഈ ചാമ്പ്യൻഷിപ്പിന്റെ മുഴുവൻ ക്രെഡിറ്റും അച്ഛൻ അവകാശപ്പെട്ടതാണ്. അപ്പുവിന്റെ അച്ഛൻ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദിയിലേക്കൊന്ന് വരണം. ഇല്ല, അച്ഛൻ വന്നിട്ടില്ല. ചന്ദ്രന് 100 കൂട്ടം തിരക്കുകളാ സാറേ. തിങ്കളാഴ്ച കൃഷിപ്പണിയാണെങ്കിൽ ചൊവ്വാഴ്ച നാട്ടുവൈദ്യം, ബുധനാഴ്ച തടിമില്ല്, വ്യാഴാഴ്ച ചിട്ടി, വെള്ളിയാഴ്ച ക്ഷേത്ര കമ്മിറ്റി, പിന്നെ ശനി ഞായറും പഞ്ചായത്ത് ഭരണവും. ഇന്ന് തിങ്കളാഴ്ച അതെ. കൃഷിപ്പണിയായിരിക്കും.